പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇൻ്റർനാഷണൽ എക്കണോമിക്സിലെ പുതിയൊരു ടോപ്പിക്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ആ ടോപ്പിക്കിൻ്റെ പൂർണ്ണ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. ബാലൻസ് ഓഫ് ട്രേഡ് എന്തെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലേക്ക് പോകാം. ബാലൻസ് ഓഫ് ട്രേഡ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂ ഓഫ് കൺട്രീസ് എക്സ്പോർട്ട് ആൻഡ് ദ വാല്യൂ ഓഫ് കൺട്രീസ് ഇമ്പോർട്ട് ഫോർ എ ഗിവൺ പീരീഡ്. ഒരു പീരീഡിലെ ഒരു രാജ്യത്തിൻ്റെ എക്സ്പോർട്ടിൻ്റെ വാല്യൂവും ഇമ്പോർട്ടിൻ്റെ വാല്യൂവും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. ബാലൻസ് ഓഫ് ട്രേഡ് ഈസ് ദ ലാർജസ്റ്റ് കോമ്പണൻറ്റ് ഓഫ് എ കൺട്രീസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലെ ഏറ്റവും ലാർജസ്റ്റ് കോമ്പണൻ്റ് ആണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, ബാലൻസ് ഓഫ് ട്രേഡ്. ബാലൻസ് ഓഫ് ട്രേഡ് ഈസ് ആൾസോ റെഫേർഡ് ആസ് ദ ട്രേഡ് ബാലൻസ്. ഇറ്റ് ഈസ് എ ട്രേഡ് ബാലൻസ്, ദ ഇൻ്റർനാഷണൽ ട്രേഡ് ബാലൻസ്, കൊമേഴ്ഷ്യൽ ബാലൻസ് ഓർ ദ നെറ്റ് എക്സ്പോർട്ട്. അങ്ങനെയൊക്കെ ഇതിന് നമുക്ക് പറയാം. ബാലൻസ്, ട്രേഡ് ബാലൻസ് എന്ന് പറയാം, ഇൻ്റർനാഷണൽ ട്രേഡ് ബാലൻസ് എന്ന് പറയാം, കൊമേഴ്ഷ്യൽ ബാലൻസ് എന്ന് പറയാം, ദ നെറ്റ് എക്സ്പോർട്ട് എന്നും നമുക്ക് പറയാം. ദ ബാലൻസ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ദ വാല്യൂ ഓഫ് എക്സ്പോർട്ട് ലെസ് ദ വാല്യൂ ഓഫ് ഇമ്പോർട്ട്. ഈ ബാലൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ എക്സ്പോർട്ടിൻ്റെ വാല്യൂവിൽ നിന്നും ഇമ്പോർട്ടിൻ്റെ വാല്യൂ മൈനസ് ചെയ്യുന്നതാണ്. ഇഫ് ദ ഫിഗർ ഈസ് പോസിറ്റീവ് ദെൻ ദിസ് ഈസ് സർപ്ലസ്. ഫിഗർ പോസിറ്റീവ് ആണെങ്കിൽ ഈ ബാലൻസ് ഓഫ് ട്രേഡ് സർപ്ലസ് ആണ്. ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇത് ഡെഫിസിറ്റ് ആണ്. ഇത് ഈക്വൽ ആണെങ്കിൽ ബാലൻസ് ആണ്. ഓക്കെ, വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ. ദ വിസിബിൾ ട്രേഡ് ബാലൻസ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ബാലൻസ് ഓഫ് ട്രേഡ് ഫിഗേഴ്സ് ദാറ്റ് റെഫേഴ്സ് ടു ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ ഫിസിക്കൽ ഗുഡ് ബട്ട് നോട്ട് ട്രേഡ് ഇൻ സർവീസ്. വിസിബിൾ ഐറ്റം എന്ന് പറയുമ്പോൾ, വിസിബിൾ ട്രേഡ് ബാലൻസ് എന്ന് പറയുമ്പോൾ ബാലൻസ് ഇൻ ഫിസിക്കൽ ഗുഡ്സ് ബട്ട് നോട്ട് ട്രേഡ് ഇൻ സർവീസ്. സർവീസ് അതിൽ ഉൾപ്പെടില്ല. The invisible balance or balance of trade on services is the part of the balance of trade that refers to service and other product that do not result in the transfer of physical object. Physical object അല്ലാത്ത മറ്റു കാര്യങ്ങൾ, സർവീസ് പോലുള്ള മറ്റു പ്രൊഡക്റ്റുകൾ ട്രേഡ് നടത്തുമ്പോൾ അതിലുള്ള ബാലൻസിനാണ് ഇൻവിസിബിൾ ബാലൻസ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളായിട്ട് കൺസൾട്ടൻസി സർവീസ്, ദർ ഇസ് നോ ഫിസിക്കൽ ഒബ്ജക്റ്റ്, ഷിപ്പിംഗ് സർവീസ്, ടൂറിസം, ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. ദ ടേം ഇൻവിസിബിൾ ബാലൻസ് ഈസ് എസ്പെഷ്യലി കോമൺ ഇൻ ദ യുണൈറ്റഡ് കിങ്ഡം. അടുത്തത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇസ് എ സമ്മറി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ആൾ എക്കണോമിക് transaction of the residents of a nation with the residents of the rest of the world during a particular period of time. ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ ഒരു രാജ്യം മറ്റു രാജ്യവുമായി, മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള എല്ലാ എക്കണോമിക് ട്രാൻസാക്ഷൻ്റെയും സമ്മറി സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. BOP ഈസ് റെക്കോർഡഡ് യൂഷ്വലി ഫോർ എ കലണ്ടർ ഇയർ. അതൊരു കലണ്ടർ ഇയറിലേക്കാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. In other words, balance of payment is a systematic statistical statement or record of the character and dimension of countries' economic relationship with the rest of the world. It is a systematic statistical statement. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ റെക്കോർഡാണ് ഓഫ് ദ ക്യാരക്ടർ ആൻഡ് ഡയമെൻഷൻ ഓഫ് കൺട്രീസ് എക്കണോമിക് റിലേഷൻഷിപ്പ്. രാജ്യത്തിൻ്റെ എക്കണോമിക് റിലേഷൻഷിപ്പിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ആരായിട്ടുള്ള റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഈസ് എ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് നാഷണൽ അക്കൗണ്ട് ഫോർ ഓപ്പൺ എക്കോണമി. ഓപ്പൺ എക്കോണമിയിലെ ഒരു പ്രധാന പാർട്ടാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ദ മെയിൻ പർപ്പസ് ഓഫ് ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഈസ് ടു ഇൻഫോം ദ ഗവൺമെൻറ് ദ ഇൻ്റർനാഷണൽ എക്കണോമിക് പൊസിഷൻ ഓഫ് ദ നാഷൻ ആൻഡ് ടു ഹെൽപ്പ് ഫോർമുലേറ്റിംഗ് ഇറ്റ്സ് ഓഫ് മോണിറ്ററി, ഫിസിക്കൽ ആൻഡ് ട്രേഡ് പോളിസി. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് രാജ്യത്തിന് ആ രാജ്യത്തിൻ്റെ ഇൻ്റർനാഷണൽ എക്കണോമിക് പൊസിഷനെ കുറിച്ച് മനസ്സിലാക്കാനും അതിൻ്റെ ഭാഗമായിട്ട് മോണിറ്ററി, ഫിസിക്കൽ, ട്രേഡ് പോളിസി ഫോർമുലേറ്റ് ചെയ്യാനും സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദ ഫോറിൻ ഗവൺമെൻറ് ആൾസോ യൂസ് ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോർ ദ പർപ്പസ് ഓഫ് ഫോർമുലേറ്റിംഗ് ട്രേഡ് റിലേഷൻ വിത്ത് അതർ കൺട്രി. മറ്റു രാജ്യങ്ങളുമായിട്ട് ട്രേഡ് റിലേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഫോറിൻ ഗവൺമെൻറ്റുകളും ഇതുപോലെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഓപ്പൺ എക്കോണമി. ഓപ്പൺ എക്കോണമിയിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനുണ്ട്. ആൻഡ് ഓപ്പൺ എക്കോണമി ഈസ് വൺ വിച്ച് ഹാസ് എ എക്കണോമിക് റിലേഷൻ വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ഓപ്പൺ എക്കോണമി എന്ന് പറയുന്നത് എന്താണ്? റെസ്റ്റ് ഓഫ് ദ വേൾഡുമായിട്ട് ഉള്ള ഒരു എക്കണോമിക് റിലേഷനെയാണ്
ഓപ്പൺ എക്കോണമി എന്ന് പറയുന്നത്. എൻ എക്കണോമിക് ട്രാൻസാക്ഷൻ ഈസ് എൻ എക്സ്ചേഞ്ച് ഓഫ് വാല്യൂ ഇൻവോൾവിംഗ് എ പേയ്മെൻറ്റ് ഓർ റെസിപ്റ്റ് ഓഫ് മണി ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ് സർവീസ് or an asset for which payment is made between the resident of a country with the resident of the rest of the world. Economic transaction എന്ന് പറയുന്നത് exchange value involving a payment or receipt of money in exchange of good or service an asset for which payment is made between resident of the country with the resident of the rest of the മറ്റു രാജ്യത്തിലെ ആളുകളുമായിട്ട് ഈ രാജ്യത്തുള്ള ആളുകൾ നടത്തുന്ന ട്രാൻസാക്ഷൻ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഇൻവോൾവിംഗ് പേയ്മെൻറ്റ് receipt of money in exchange of good, service and asset. Okay. Some goods are transferred to other as a gift without expecting payment, known as in economics as a transfer payment or unilateral transfers. ചില ഗുഡ്സ് ഉണ്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കും. അതെന്താണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് എന്നാണ് എക്കണോമിക്സിൽ പറയാറുള്ളത്, അല്ലെങ്കിൽ യൂണിലാറ്ററൽ പേയ്മെൻറ്റ്. അതിനെന്തില്ല, തിരിച്ചിങ്ങോട്ട് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. International economic transaction is systematically recorded in the books of account of balance of payment. International economic transaction വളരെ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ വളരെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ആർ മെയിൻറ്റെയിൻഡ് ഇൻ എ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് പ്രിൻസിപ്പിൾ. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് പ്രിൻസിപ്പിൾ പ്രകാരമാണ്. അണ്ടർ സച്ച് പ്രിൻസിപ്പിൾ ഈച്ച് ട്രാൻസാക്ഷൻസ് ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഈസ് എൻറ്റേർഡ് ആസ് എ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് എൻട്രി. എല്ലാ ട്രാൻസാക്ഷനും ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ക്രെഡിറ്റ് എൻട്രിയിലോ ഡെബിറ്റ് എൻട്രിയിലോ എൻറ്റർ ചെയ്യുന്നുണ്ട്. എ ക്രെഡിറ്റ് എൻട്രി ഈസ് ഇൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് റെഫേഴ്സ് ടു ഇൻഫ്ലോ ഓർ ദാറ്റ് ട്രാൻസാക്ഷൻ ഈസ് ദ വൺ ദാറ്റ് ഷോസ് എ റെസിപ്റ്റ് ഓഫ് ഫണ്ട് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ഇങ്ങോട്ട് റെസ്റ്റ് ഓഫ് ദ വേൾഡിൽ നിന്ന് കിട്ടുന്ന റെസിപ്റ്റ് ഓഫ് ഫണ്ട് പോലുള്ളവയാണ് ക്രെഡിറ്റ് എൻട്രിയിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ. ഓക്കെ. ഡെബിറ്റ് എൻട്രി എന്താണ്? ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് റെഫേഴ്സ് ടു ഔട്ട്ഫ്ലോ ചെയ്യുന്നത് ഓർ ദാറ്റ് ട്രാൻസാക്ഷൻ ഈസ് ദ വൺ ദാറ്റ് ഷോസ് പേയ്മെൻറ്റ് ഓഫ് ഫണ്ട് ടു ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. റെസ്റ്റ് ഓഫ് ദ വേൾഡിന് കൊടുക്കുന്ന ഫണ്ടും ഉൾപ്പെടും. അക്കോർഡിംഗ് ടു the double entry bookkeeping principle, for each debit entry a corresponding credit entry is made to keep the balance of payment always balance. Balance of payment always balance ആക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഡെബിറ്റ് എൻട്രിയും കറസ്പോണ്ടിങ് ആയിട്ട് ക്രെഡിറ്റ് എൻട്രിയും മെയ്ഡ് ചെയ്യുന്നുണ്ട്. അതിനാണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ബാലൻസ് ഓഫ് ട്രേഡും ബാലൻസ് ഓഫ് പേയ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം. ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ബാലൻസ് ഓഫ് ട്രേഡ് പറഞ്ഞാൽ difference between export and import of goods and service. Balance of payment include not only import and export of goods and service but also financial capital transfer. Balance of payment എന്താണ്? എക്സ്പോർട്ടും ഇമ്പോർട്ടിന് പുറമെ സർവീസ് അതേപോലെ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ട്രാൻസ്ഫർ ഒക്കെ പെടുന്നുണ്ട്. BOT is equal to net earning on export മൈനസ് നെറ്റ് പേയ്മെൻറ്റ് മെയ്ഡ് ഫോർ ഇമ്പോർട്ട്. എക്സ്പോർട്ട് ഇമ്പോർട്ടും തമ്മിൽ. എന്നാൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കറൻറ്റ് അക്കൗണ്ട് പ്ലസ് ക്യാപിറ്റൽ അക്കൗണ്ട് plus or minus balancing term error and omission. If export is more than import, at that time balance of trade will be favorable. Export importനെ കാട്ടി കൂടിക്കഴിഞ്ഞാൽ ബാലൻസ് ഓഫ് ട്രേഡ് ഫേവറബിൾ ആണ്. ഇഫ് ഇമ്പോർട്ട് ഈസ് മോർ ദാൻ എക്സ്പോർട്ടിനെ കാട്ടി കൊടുത്താൽ അറ്റ് ദാറ്റ് ടൈം ബാലൻസ് ഓഫ് ട്രേഡ് വിൽ ബി അൺഫേവറബിൾ. അപ്പോൾ അൺഫേവറബിൾ ആണ്. Balance of payment will be favorable if the country has a surplus in current account for paying your all past loan in your capital account. Balance of payment will be unfavorable if country has a current account deficit. Current account deficit ഉണ്ടാകുമ്പം രാജ്യം എന്തായിരിക്കും? അൺഫേവറബിൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലാണ്. സർപ്ലസ് ഉണ്ടാകുമ്പോൾ ഫേവറബിൾ ആണ്. ബാലൻസ് ഓഫ് ട്രേഡ് നീഡ് നോട്ട് ബി ഇൻ ബാലൻസ് ആൾവേസ്. അതെപ്പോഴും ബാലൻസ് ആവേണ്ട ആവശ്യമില്ല. എന്നാൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എപ്പോഴും ബാലൻസ് ആവേണ്ടതുണ്ട്. ബാലൻസ് ഓഫ് payment account is structure of balance of payment. Balance of payment account consists of two sub account. They are current account and capital account. Current account include visible item and invisible item. Current account visible item ഉണ്ട്, invisible item ഉണ്ട്. Capital account consists of long term and short term capital flow. Capital account എന്നാൽ ലോങ് ടേം ആയിട്ടും ഷോർട്ട് ടേം ആയിട്ടുള്ള ക്യാപിറ്റൽ ഫ്ലോ ആണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ പെടുന്നത്. ദ കറണ്ട് അക്കൗണ്ട് ഇൻ എക്കണോമിക്സ് a country's current account records the value of export and import of both goods and service and international transfer of capital.
ഈ കറൻറ്റ് അക്കൗണ്ടിൽ എന്താണ് ഉൾപ്പെടുന്നത്? എക്സ്പോർട്ടിൻ്റെയും ഇമ്പോർട്ടിൻ്റെയും എല്ലാ വാല്യൂസും അതിൽ ഉൾപ്പെടും. അതിൻ്റെ കൂടെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസും ഉൾപ്പെടും. ആൻഡ് ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ, ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ ആയിട്ടുള്ള ക്യാപിറ്റലും ഉൾപ്പെടും. കറൻറ്റ് അക്കൗണ്ട് മെഷേഴ്സ് ദ നാഷൻ ഏണിങ്സ് ആൻഡ് സ്പെൻഡിങ് എബ്രോഡിൽ സ്പെൻഡ് ചെയ്യുന്നതും ഏണിംഗ് നടത്തുന്ന. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ബാലൻസ് ഓഫ് ട്രേഡ്, നെറ്റ് പ്രൈമറി ഇൻകം ഓഫ് ഓർ ഫാക്ടർ ഇൻകം ആൻഡ് നെറ്റ് യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ് ദാറ്റ് ഹാവ് ടേക്കൻ പ്ലേസ് ഓവർ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. അതിൽ കൂടെ തന്നെ നെറ്റ് യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സും ഓക്കെ നമ്മൾ പറഞ്ഞ ഗിഫ്റ്റൊക്കെ ആയിട്ട് കിട്ടുന്നത്. ബോത്ത് ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് പേയ്മെൻറ്റ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ കാൽക്കുലേഷൻ. ഗവൺമെൻറ്റും പ്രൈവറ്റ് പേയ്മെൻറ്റും ഇതിൽ ഉൾപ്പെടുന്ന. ഇറ്റ് ഈസ് കോൾഡ് ദ കറൻറ്റ് അക്കൗണ്ട് ബിക്കോസ് ഗുഡ്സ് ആൻഡ് സർവീസ് ആർ ജനറലി കൺസ്യൂംഡ് ഇൻ ദ കറൻറ്റ് പീരീഡ്. എന്തുകൊണ്ടാണ് അതിന് കറൻറ്റ് അക്കൗണ്ട് എന്ന് പറയാൻ കാരണം? ഗുഡ്സ് ആൻഡ് സർവീസ് കൺസ്യൂം ചെയ്യുന്നത് കറൻറ്റ് പീരീഡിലാണ്. ദ കറൻറ്റ് അക്കൗണ്ട് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് അപ്പ് ദ 4 കോമ്പണൻസ് ഓഫ് കറൻറ്റ് അക്കൗണ്ട്: ഗുഡ്സ്, സർവീസ്, ഇൻകം ആൻഡ് കറൻറ്റ് ട്രാൻസ്ഫേഴ്സ്. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ബി മൂവബിൾ ആൻഡ് ഫിസിക്കൽ ഇൻ നേച്ചർ. ഗുഡ്സ് ആർ ഓഫൺ ട്രേഡഡ് ബൈ കൺട്രീസ് ആൾ ഓവർ ദ വേൾഡ്. സർവീസ് പറഞ്ഞാൽ വെൻ ആൻ intangible service used to foreigner in local land and local resident receive the money from foreigner. This is also counted as an export, thus a credit. സർവീസ് എന്ന് പറഞ്ഞാൽ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഫോറിൻ ലോക്കൽ ഇവിടെ ഉപയോഗിക്കുന്നതും അവരെ ലോക്കൽ റെസിഡൻസ് മണി പുറത്തുനിന്ന് ഇങ്ങോട്ട് ഫോറിനേഴ്സിൻ്റെ നിന്ന് ലഭിക്കുന്നതും അത് എക്സ്പോർട്ടായിട്ടാണ് കൗണ്ട് ചെയ്യുക. ദസ് ക്രെഡിറ്റ്. ഇൻകം. A credit of income happen when individual or company of domestic nationality receive money from companies or individual with the foreign identity. ഫോറിൻ ഐഡൻറ്റിറ്റി ഉള്ള കമ്പനിയിൽ നിന്നും ഇൻകം ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. കറൻറ്റ് ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ് വെൻ എ certain foreign country simply provide currency to another country with nothing received as a റിട്ടേൺ പ്രതീക്ഷിക്കാതെ ഒരു ഫോറിൻ കൺട്രി രാജ്യത്തിന് കറൻസി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് കറൻറ്റ് ട്രാൻസ്ഫർ. ടിപ്പിക്കലി സച്ച് ട്രാൻസ്ഫേഴ്സ് ആർ ഡൺ ഇൻ ദ ഫോം ഓഫ് ഡൊണേഷൻ, എയ്ഡ്സ് ഓർ ഒഫീഷ്യൽ അസിസ്റ്റൻസ്. ചില ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ ചില രാജ്യങ്ങൾ സഹായങ്ങൾ കൊടുക്കാറുണ്ട്, ചിലപ്പോൾ ഡൊണേഷനുകൾ നൽകാണ്ട്. ഇതൊക്കെയാണ് എന്ത് കറൻറ്റ് ട്രാൻസ്ഫർ. റെമിറ്റൻസ് ഫ്രം മൈഗ്രൻ്റ് ആർ പാർട്ട് ഓഫ് ദ ബാലൻസ് ഓഫ് കറൻറ്റ് ട്രാൻസ്ഫർ. അടുത്ത് ക്യാപിറ്റൽ അക്കൗണ്ട്. Capital account record net flow of investment transaction into an economy. Investment transaction ആണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ദ ക്യാപിറ്റൽ അക്കൗണ്ട് റിഫ്ലക്ട് നെറ്റ് ചേഞ്ച് ഇൻ ഓണർഷിപ്പ് ഓഫ് നാഷണൽ അസറ്റ്. ഇതെന്ന് പറഞ്ഞാൽ നാഷണൽ അസറ്റിലുള്ള നെറ്റ് ചേഞ്ച് ഇൻ ഓണർഷിപ്പാണ് ഇതിൽ ഉൾപ്പെടുന്നത്. എ സർപ്ലസ് ഇൻ ക്യാപിറ്റൽ അക്കൗണ്ട് മീൻസ് മണി ഈസ് ഫ്ലോയിങ് ടു ദ കൺട്രി. ക്യാപിറ്റൽ അക്കൗണ്ട് സർപ്ലസ് എന്ന് അതിൻ്റെ അർത്ഥം എന്താണ്? മണി ഈസ് ഫ്ലോയിങ് ഇൻ ടു ദ കൺട്രി, രാജ്യത്തേക്ക് മണി ഫ്ലോ ചെയ്യുക. എ ഡെഫിസിറ്റ് ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട് മീൻസ് മണി ഈസ് ഫ്ലോയിങ് ഔട്ട് ഓഫ് ദ കൺട്രി, പുറത്തേക്ക് പണം ഒഴുകുന്നതിനെയാണ് ഡെഫിസിറ്റ് എന്ന് പറയാം. ഇറ്റ് ഈസ് സജസ്റ്റ് ദാറ്റ് നാഷൻ ഈസ് ഇൻക്രീസിങ് ഈസ് ഓണർഷിപ്പ് ഓഫ് ഫോറിൻ അസറ്റ്. നാഷൻ എന്ത് ചെയ്യണം? ഫോറിൻ അസറ്റിൻ്റെ ഓണർഷിപ്പ് ഇൻക്രീസ് ചെയ്യേണ്ടതുണ്ട്. ഇറേഴ്സ് ആൻഡ് ഒമിഷൻ വിച്ച് റിഫ്ലക്ട് ട്രാൻസാക്ഷൻ ദാറ്റ് ഹാവ് നോട്ട് ബി റെക്കോർഡഡ് ഫോർ വേരിയസ് റീസൺ ആൻഡ് കനോട്ട് ബി എൻറ്റേർഡ് അണ്ടർ ദ സ്റ്റാൻഡേർഡ് ഹെഡിങ് മേ കോസ് ഇറേഴ്സ് ആൻഡ് ഒമിഷൻ. ഈ ഇറേഴ്സ് ആൻഡ് ഒമിഷൻ എന്ന റിഫ്ലക്റ്റ് ട്രാൻസാക്ഷൻ ദാറ്റ് ഹാവ് നോട്ട് ബി റെക്കോർഡഡ് ഫോർ വേരിയസ് റീസൺ, പല കാരണം കൊണ്ട് റെക്കോർഡ് ചെയ്യപ്പെടാത്തതാണ് ഇറേഴ്സ് ആൻഡ് ഒമിഷൻ. ആൻഡ് കനോട്ട് ബി എൻറ്റേർഡ് അണ്ടർ ദ സ്റ്റാൻഡേർഡ് ഹെഡിങ് മേ കോസ് ഇറേഴ്സ് ആൻഡ് ഒമിഷൻ. Official reserve account. The official reserve account measures the change in the official reserve and the change in foreign official asset in the country during the year. ഒരു വർഷത്തിനിടയ്ക്ക് ഒഫീഷ്യൽ റിസർവിലുള്ള സാധനങ്ങൾ ചേഞ്ച് ചെയ്യുന്നതും അതേപോലെ ചേഞ്ച് ഇൻ ഫോറിൻ ഒഫീഷ്യൽ അസറ്റ് ഇൻ ദ കൺട്രി, രാജ്യത്തിനകത്തുള്ള ഫോറിൻ ഒഫീഷ്യൽ അസറ്റ് ചേഞ്ച് ചെയ്യുന്നതും ഒക്കെയാണ് ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട്. ഒഫീഷ്യൽ റിസർവ് കൺസിസ്റ്റ് ഓഫ് ഗോൾഡ്, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്, ബോറോഡ് ഫ്രം ദ IMF ആൻഡ് ഹോൾഡിംഗ് ഫോറിൻ കൺവേർട്ടബിൾ കറൻസീസ്. ഇതൊക്കെയാണ് ഒഫീഷ്യൽ റിസർവ്. ദ ചേഞ്ച് ഇൻ ദ കൺട്രി റിസർവ് മസ്റ്റ് റിഫ്ലക്ട് ഹി നെറ്റ് വാല്യൂ ഓഫ് ആൾ ദ അതർ റെക്കോർഡ് ഐറ്റംസ് ഇൻ ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ദിസ് ചേഞ്ച് will of course be recorded accurately and it is discrepancy between the change in reserved and net value of the other recorded item that allow identifying errors and omission. Accounting treatment of items, debit and credit item. Any item which give rise to sale of foreign exchange is recorded as a credit item in the accounts export of goods and service. നമ്മൾ പുറത്തേക്ക് വിൽക്കുന്ന എല്ലാ സാധനങ്ങളും എന്താണ്?
ക്രെഡിറ്റ് ഐറ്റമായിട്ടാണ് ഇൻക്ലൂഡ് ചെയ്യുക. എനി ഐറ്റം വിച്ച് ഗീവ് റൈസ് ഓഫ് പർച്ചേസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഈസ് റെക്കോർഡ് ആസ് എ ഡെബിറ്റ് ഐറ്റം. ഫോറിൻ എക്സ്ചേഞ്ച് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതൊക്കെ എന്താണ്, ഡെബിറ്റ് ഐറ്റമാണ്. ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഇക്വിലിബ്രിയം ആൻഡ് ഡിസിക്വിലിബ്രിയം ഇൻ ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലുള്ള ഇക്വിലിബ്രിയം അതുപോലെ തന്നെ ഡിസിക്വിലിബ്രിയം. ഓക്കെ, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഷുഡ് ആൾവേസ് ബി ഇൻ ഇക്വിലിബ്രിയം. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എപ്പോഴും എന്തായിരിക്കണം, ഇക്വിലിബ്രിയത്തിലായിരിക്കണം. Disequilibrium in the balance of payment of a country appears either as a surplus or as a deficit. Disequilibrium എന്ന് പറയുന്നത് എന്താണ്, ഒന്നെങ്കിൽ സർപ്ലസ് ആയിരിക്കും, മറ്റൊന്ന് ഡെഫിസിറ്റ് ആയിരിക്കും. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡിസിക്വിലിബ്രിയം. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഈസ് എ ഡബിൾ എൻട്രി അക്കൗണ്ട് റെക്കോർഡ്. ദെൻ അപ്പാർട്ട് ഫ്രം ഇറേഴ്സ് ആൻഡ് ഒമിഷൻ ഇറ്റ് മസ്റ്റ് ആൾവേസ് ബാലൻസ്. അതുകൊണ്ട് എന്തായിരിക്കും, ഇറേഴ്സ് ആൻഡ് ഒമിഷൻ കൊണ്ട് എപ്പോഴും ബാലൻസ് ആയിരിക്കും. ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് ഓർ സർപ്ലസ് ഇൻഡിക്കേറ്റ് ഇംബാലൻസ് ഇൻ ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ഡിസിക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താണ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റുള്ള ഇംബാലൻസ് ആണ്. ദിസ് ഇംബാലൻസ് ഇൻറ്റർപ്രറ്റഡ് ആസ് എ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡിസിക്വിലിബ്രിയം. എ കൺട്രീസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് is said to be disequilibrium when its autonomous receipt are not equal to autonomous payment. ഓട്ടോണമസ് റെസിപ്റ്റും ഓട്ടോണമസ് പേയ്മെൻറ്റും തുല്യമല്ലാത്ത അവസ്ഥയിലാണ് ഡിസിക്വിലിബ്രിയം ആകുന്നത്. Balance of payment deficit or unfavorable balance exceed when the value of autonomous debit item exceed the value of autonomous credit item. Autonomous credit ഐറ്റത്തിനെക്കാട്ടും കൂടുതൽ ഡെബിറ്റ് ഐറ്റം ഉണ്ടാവുന്നതാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ്. Balance of payment surplus, a surplus or favorable balance exists when the value of autonomous credit items exceed the value of autonomous debit item. Autonomous credit item, autonomous debit ഐറ്റത്തിനെക്കാട്ടി കൂടുന്നതാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് സർപ്ലസ്. Types of disequilibrium. Cyclical disequilibrium. Disequilibrium caused by trade cycle. Trade cycle കാരണത്താൽ ഉണ്ടാകുന്ന ഡിസിക്വിലിബ്രിയമാണ് സൈക്ലിക്കൽ ഡിസിക്വിലിബ്രിയം എന്ന് പറയുന്നത്. ടു അഫക്റ്റ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്യാൻ ബി കറക്റ്റഡ് ബൈ ഇമ്പോർട്ട് എക്സ്പോർട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്. ഇത് കറക്റ്റ് ചെയ്യുന്നത് ഇമ്പോർട്ടിലോ എക്സ്പോർട്ടിലൂടെയാണ്. സെക്യുലർ ഡിസിക്വിലിബ്രിയം. വെൻ എൻ എക്കോണമി അണ്ടർഗോസ് ഇൻറ്റൻസീവ് ചേഞ്ച് ഇറ്റ് കോസ് സെക്യുലർ ഓർ ലോങ് ടേം ഡിസിക്വിലിബ്രിയം ഇൻ ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ഒരു എക്കോണമി ഇൻറ്റൻസീവായിട്ട് ചേഞ്ച് വരികയാണ്, അപ്പോൾ ഉണ്ടാകുന്ന ഡിസിക്വിലിബ്രിയത്തെയാണ് സെക്യുലർ ഡിസിക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇത് സെക്യുലർ ആയിരിക്കും, അതുപോലെ തന്നെ ലോങ് ടേം ആയിട്ടായിരിക്കും ഉണ്ടാവുക. സ്ട്രക്ചറൽ ഡിസിക്വിലിബ്രിയം. ഒരു രാജ്യത്തിൻ്റെ സ്ട്രക്ചറൽ ചേഞ്ച് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് സം സെക്ടേഴ്സിൻ്റെ സ്ട്രക്ചറൽ ചേഞ്ചിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഡിസിക്വിലിബ്രിയത്തെയാണ് സ്ട്രക്ചറൽ ഡിസിക്വിലിബ്രിയം എന്ന് പറയുന്നത്. ദേ അഫക്റ്റ് ഇമ്പോർട്ട് എക്സ്പോർട്ട് ട്രേഡ് ഓഫ് ദ കൺട്രി റിസൾട്ട് ഇൻ സ്ട്രക്ചറൽ ഡിസിക്വിലിബ്രിയം. ഫണ്ടമെൻ്റൽ ഡിസിക്വിലിബ്രിയം. വെൻ എ കൺട്രി സഫേഴ്സ് ക്രോണിക് ഡിസിക്വിലിബ്രിയം ഇൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ക്രോണിക് ആയിട്ടുള്ള ഡിസിക്വിലിബ്രിയം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഫണ്ടമെൻ്റൽ ഡിസിക്വിലിബ്രിയം എന്ന് പറയും. ദെൻ അക്കോർഡിംഗ് ടു IMF ഇറ്റ് വിൽ ബി കാൾഡ് ഫണ്ടമെൻ്റൽ ഡിസിക്വിലിബ്രിയം. ടെമ്പററി ഡിസിക്വിലിബ്രിയം. ഷോർട്ട് ടേം ഫാക്ടേഴ്സ് അക്കൗണ്ട് ഫോർ ടെമ്പററി ഡിസിക്വിലിബ്രിയം ഇൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ഷോർട്ട് ടേം ആയിട്ടുള്ള ഫാക്ടേഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഡിസിക്വിലിബ്രിയത്തെ ടെമ്പററി ഡിസിക്വിലിബ്രിയം എന്ന് പറയും. കോസസ് ഓഫ് ഡിസിക്വിലിബ്രിയം. ഇതിനുള്ള ഡിസിക്വിലിബ്രിയത്തിനുള്ള കാരണങ്ങൾ ഒന്ന് എക്കണോമിക് ഫാക്ടേഴ്സാണ്. അത് സ്ട്രക്ചറൽ ചേഞ്ച് ഇൻ ദ എക്കോണമിയുടെ സ്ട്രക്ചറൽ ചേഞ്ച് ഇൻ എക്സ്ചേഞ്ച് റേറ്റിലുള്ള മാറ്റം കൊണ്ട്, ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിലുള്ള മാറ്റം, സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻ, എക്കോണമിയിലുള്ള സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻ കൊണ്ടുണ്ടാകുന്നത്, ഇൻഫ്ലേഷൻ ഓർ ഡിഫ്ലേഷൻ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ അണ്ടർടേക്കൻ ബൈ ഡെവലപ്പിംഗ് കൺട്രി. ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിൽ മാറ്റങ്ങൾ വരാം. അത് ഡെവലപ്പിംഗ് കൺട്രീസിലാണ് പ്രധാനമായിട്ട് ഉണ്ടാവുക. സോഷ്യൽ ഫാക്ടേഴ്സിന് മറ്റു സോഷ്യൽ ഫാക്ടേഴ്സ്, ചേഞ്ച് ഇൻ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. രാജ്യത്തിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഡ്യൂ ടു ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ്. ആളുകളുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് മാറുമ്പോൾ കൂടുതലായിട്ട് ചിലപ്പോൾ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്. പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ ഇവിടെ സാധനങ്ങൾ ലഭ്യമല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഡിസിക്വിലിബ്രിയത്തിലെത്തും. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ശ്രീലങ്കയിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ആകെ താറുമാറായി കിടക്കുകയാണ്. അതിനൊരു പ്രധാന കാരണം അവിടെ സാധനങ്ങൾ ലഭ്യമല്ലാത്തതാണ്. റേറ്റ് ഓഫ് അർബനൈസേഷൻ വർദ്ധിച്ചാലും എന്ത് ചെയ്യും, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഡിസിക്വിലിബ്രിയം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. ദ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് മേ ഇൻക്ലൂഡ് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, ഇൻസ്റ്റെബിലിറ്റി ഇൻ കൺട്രി, വാർ, ചേഞ്ച് ഇൻ ഡിപ്ലോമാറ്റിക് പോളിസി. രാജ്യത്തിനകത്തും ഉണ്ടാകുന്ന പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഓർ ഇൻസ്റ്റെബിലിറ്റി ഇൻ കൺട്രി, യുദ്ധം, അതുപോലെ ഡിപ്ലോമാറ്റിക് പോളിസിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ ഇതിന് കാരണമാകുന്നുണ്ട്. മെഷേഴ്സ് ടു കറക്റ്റ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡിസിക്വിലിബ്രിയം
ഒന്നാമത്തെ ഡിഫ്ലാഷൻ. ഡിഫ്ലാഷൻ ഈസ് ദ ക്ലാസിക്കൽ മെഡിസിൻ ഫോർ കറക്റ്റിംഗ് ദ ഡെഫിസിറ്റ് ഇൻ ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ക്ലാസിക്കൽ മെഡിസിനാണ് ഡിഫ്ലാഷൻ. Deflation refers to the policy of reducing the quantity of money in order to reduce the price and the money income of the people. Deflation എന്താണ്? റെഡ്യൂസിങ് ക്വാണ്ടിറ്റി ഓഫ് മണി. ഇവിടെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യും? ഡിഫ്ലാഷൻ്റെ ഭാഗമായിട്ട് കുറയും. ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ പ്രൈസ് ആൻഡ് ദ മണി ഇൻകം ഓഫ് ദ പീപ്പിൾ. ആളുകളുടെ പ്രൈസ് സാധനങ്ങളുടെ പ്രൈസ് കുറയും, അതേപോലെ ആളുകളുടെ മണി ഇൻകം കുറയും. ഡിഫ്ലാഷൻ്റെ ഭാഗമായിട്ട്. ഈ ഡിഫ്ലാഷൻ്റെ ഭാഗമായിട്ട് അത് കുറയുമ്പോൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഭാഗമായിട്ട് ദിസ് ഈസ് ഡൺ ബൈ സെൻട്രൽ ബാങ്ക് ഓഫ് കൺട്രി ത്രൂ റൈസിങ് ദ ബാങ്ക് റേറ്റ് കൂടും. ബൈ സെല്ലിങ് ദ സെക്യൂരിറ്റി ഇൻ ഓപ്പൺ മാർക്കറ്റ്. ബൈ അതർ മെത്തേഡ് ക്യാൻ റെഡ്യൂസ് ദ വോളിയം ഓഫ് ക്രെഡിറ്റ് ഇൻ ദ എക്കോണമി വിച്ച് വിൽ ലീഡ് ടു ഫാൾ ഇൻ പ്രൈസ് ആൻഡ് മണി ഇൻകം ഓഫ് ദ പീപ്പിൾ. സെൻട്രൽ ബാങ്ക് റേറ്റ് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? ആളുകളുടെ കയ്യിലുള്ള പണത്തിൻ്റെ തോത് കുറയും. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? സാധനങ്ങളുടെ വില കുറയും, മണി ഇൻകം കൂടും. ഫാൾ ഇൻ പ്രൈസ് വിൽ സ്റ്റിമുലേറ്റ് എക്സ്പോർട്ട്. സാധനങ്ങളുടെ വില കൂടിക്കഴിഞ്ഞാൽ എക്സ്പോർട്ട് കൂടും. റിഡക്ഷൻ ഇൻകം ചെക്ക് ഇമ്പോർട്ട്. ആളുകളുടെ ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇമ്പോർട്ടും കുറയും. ദസ് ഡിഫ്ലാഷണറി പോളിസി റിസ്റ്റോർ ഇക്വിലിബ്രിയം ടു ദ ബാലൻസ്. ഡിഫ്ലാഷണറി പോളിസി എന്ത് ചെയ്യും? ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? ഡിഫ്ലാഷൻ്റെ ഭാഗമായിട്ട് പോളിസിയുടെ ഭാഗമായിട്ട് ഇക്വിലിബ്രിയം, ഈ ഡിസ്ക്വിലിബ്രിയത്തിലുള്ളത് ഇക്വിലിബ്രിയത്തിലേക്കാകും. ബൈ എൻകറേജിങ് എക്സ്പോർട്ട് ത്രൂ റിഡക്ഷൻ ഇൻ ദെയർ പ്രൈസ്. ഇതിൻ്റെ ഭാഗമായിട്ട് എൻകറേജ് ചെയ്യുന്ന റിഡക്ഷൻ ദെയർ പ്രൈസ്. ബൈ ഡിസ്കറേജ് ഇമ്പോർട്ട് ത്രൂ റിഡക്ഷൻ ഇൻ ഇൻകം അറ്റ് ഹോം. ഇവിടെയുള്ള ഈ ആളുകളുടെ ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇമ്പോർട്ടും ഡിസ്കറേജ് ചെയ്യും. രണ്ടാമത്തെ ഡിപ്രീസിയേഷൻ. അനദർ മെത്തേഡ് ഓഫ് കറക്റ്റിംഗ് ഡിസ്ക്വിലിബ്രിയം ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഈസ് ഡിപ്രീസിയേഷൻ ഓർ അപ്രീസിയേഷൻ ഓഫ് ദ എക്സ്ചേഞ്ച് റേറ്റ്. ഡിപ്രീസിയേഷൻ മീൻ ഫാൾ ഇൻ ദ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് വൺ കറൻസി ഇൻ ടേംസ് ഓഫ് അനദർ. ഒരു രാജ്യത്തിൻ്റെ കറൻസിയുടെ മൂല്യം മറ്റു രാജ്യത്തിൻ്റെ കറൻസിയായിട്ട് കുറയുന്നതിനാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ആൻഡ് അപ്രീസിയേഷൻ ഓൺ അതർ ആൻഡ് റൈസിങ് ദ വാല്യൂ ഓഫ് കറൻസി റിലേറ്റീവ് ടു ദ ഫോറിൻ കറൻസിയായിട്ട് കറൻസിയുടെ മൂല്യം കൂടുന്നതിന് അപ്രീസിയേഷൻ എന്ന് പറയും. ഡിപ്രീസിയേഷൻ ഹെൽപ്പ് എ കൺട്രി ടു അച്ചീവ് ഫേവറബിൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ബൈ ചെക്കിങ് ഇമ്പോർട്ട് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് എക്സ്പോർട്ട്. ഡിപ്രീസിയേഷൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? ഫേവറബിൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ്? ഇമ്പോർട്ട് കുറച്ച് സ്റ്റിമുലേറ്റ്, അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? എക്സ്പോർട്ട് കൂടുകയും ചെയ്യും ഡിപ്രീസിയേഷൻ്റെ ഭാഗമായിട്ട്. അടുത്ത ഡീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലായിട്ട് റിഡക്ഷൻ നടത്തുക. ഡിവാലുവേഷൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? കറൻസിയുടെ മൂല്യം കുറക്കുമ്പോൾ സാധനങ്ങളുടെ വില കുറയുകയും എക്സ്പോർട്ട് കൂടും, ആളുകൾ എന്ത് ചെയ്യും? ഇമ്പോർട്ട് കുറയുകയും ചെയ്യും. അങ്ങനെയാണ് ഡിവാലുവേഷനിലൂടെ ഡിസിക്വിലിബ്രിയം കറക്റ്റ് ചെയ്യുന്നത്. അടുത്തത് എക്സ്ചേഞ്ച് കൺട്രോൾ ഈസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെത്തേഡ് ഓഫ് കറക്റ്റിംഗ് ഡിസിക്വിലിബ്രിയം ഇൻ ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലുള്ള ഡിസിക്വിലിബ്രിയം കറക്റ്റ് ചെയ്യുന്നതിന് ഏറ്റവും കൂടുതലായിട്ട് വൈഡ്ലി ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എക്സ്ചേഞ്ച് കൺട്രോൾ റെഫേഴ്സ് ടു ദ കൺട്രോൾ ഓവർ ദ യൂസ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ബൈ ദ സെൻട്രൽ ബാങ്ക് ഫോറിൻ എക്സ്ചേഞ്ച് യൂസ് ചെയ്യുന്നത് എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യാം. അണ്ടർ ദിസ് മെത്തേഡ് ആൾ ദ എക്സ്പോർട്ടേഴ്സ് ആർ ഡയറക്റ്റഡ് ബൈ ദ സെൻട്രൽ ബാങ്ക് ടു സറണ്ടർ ദെയർ ഫോറിൻ എക്സ്ചേഞ്ച് ആണ്. എല്ലാ എക്സ്പോർട്ടേഴ്സ് എന്ത് ചെയ്യുക? സെൻട്രൽ ബാങ്കിൽ സറണ്ടർ ചെയ്യാൻ പറയും. അണ്ടർ ഫോറിൻ എക്സ്ചേഞ്ച് ഏണിങ്സ്. ഫോറിൻ എക്സ്ചേഞ്ച് ഈസ് റേഷൻഡ് അമംഗ് ദ ലൈസൻസ്ഡ് ഇമ്പോർട്ടേഴ്സ്. ഓൺലി എസെൻഷ്യൽ ഇമ്പോർട്ടേഴ്സ് ആർ പെർമിറ്റഡ്. എസെൻഷ്യൽ ആയിട്ടുള്ള ഇമ്പോർട്ടേഴ്സിനെ മാത്രം പെർമിറ്റ് ചെയ്യും. റാദർ ഇറ്റ് മേ aggravate these causes, thus may create more basic disequilibrium. In short, exchange control does not provide permanent solution for chronic disequilibrium. Chronic disequilibriumത്തിനുള്ള ഒരു കൺട്രോൾ അല്ല എക്സ്ചേഞ്ച് കൺട്രോൾ. അടുത്ത താരിഫ്. When tariff are imposed, the price of import would increase to the extent of tariff. താരിഫിൻ്റെ ഭാഗമായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ പ്രൈസ് കൂടും. ഇതിൻ്റെ ഭാഗമായിട്ട് ആളുകൾ ഇമ്പോർട്ട് ഗുഡ്സിനുള്ള ഡിമാൻഡ് കുറയും. സെയിം ടൈം ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിനെ ഇൻഡ്യൂസ് ചെയ്യുകയും ടു പ്രൊഡ്യൂസ് മോർ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്. അതിൻ്റെ ഭാഗമായിട്ട് രാജ്യത്ത് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. നോൺ എസെൻഷ്യൽ ഇമ്പോർട്ട് ക്യാൻ ബി ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ്ഡ് ബൈ ഇമ്പോസിങ് എ വെരി ഹൈ റേറ്റ് ഓഫ് താരിഫ്. വലിയ റേറ്റ് ഓഫ് താരിഫ് ഇട്ട് കഴിഞ്ഞാൽ നോൺ എസെൻഷ്യൽ ഇമ്പോർട്ട് ഐറ്റംസ് ഇമ്പോർട്ട് ചെയ്യുന്നത് വളരെയധികം കുറയും. അടുത്തത് കോട്ടാസ്. Under the quota system, a government may fix and permit maximum quantity or value of commodity to be imported during the given period. ഒരു പീരീഡിൽ എത്രത്തോളം ഇമ്പോർട്ട് ചെയ്യണമെന്നുള്ള തീരുമാനിച്ചുകൊണ്ട് കോട്ട സിസ്റ്റം ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്
ഡെഫിസിറ്റിനെ കുറക്കാൻ സാധിക്കും. ദ ഡെഫിസിറ്റ് ഈസ് റെഡ്യൂസ്ഡ് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പൊസിഷൻ ഈസ് ഇംപ്രൂവ്ഡ്. അതിൻ്റെ ഭാഗമായിട്ട് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പൊസിഷൻ ഇംപ്രൂവ് ചെയ്യും. ട്രെൻഡ്സ് ഇൻ ഇന്ത്യാസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പോസ്റ്റ് ആൻഡ് പ്രീ റിഫോം പീരീഡ്. ഹൈ ഏണിംഗ് ഫ്രം ഇൻവിസിബിൾ. ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പൊസിഷനാണ് പറയുന്നത്. ഇൻവിസിബിൾ ആയിട്ടുള്ള ഐറ്റത്തിൽ നിന്ന് കൂടുതലായിട്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പോസിറ്റീവ് ഏണിങ്സ് ഫ്രം ഇൻവിസിബിൾ കവേർഡ് സബ് പാർട്ട് ഓഫ് ദ ട്രേഡ് ഡെഫിസിറ്റ് വിത്ത് റിസൾട്ട് ദാറ്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് വാസ് റെഡ്യൂസ്ഡ് സിഗ്നിഫിക്കൻ്റ്ലി. റൈസ് ഇൻ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്. രാജ്യത്തിൻ്റെ എക്സ്റ്റേണൽ കൊമേഴ്ഷ്യൽ ബോറോയിങ്സ് കൂടിയിട്ടുണ്ട്. നോൺ റെസിഡൻറ്റ് ഡെപ്പോസിറ്റ്. ദ നോൺ റെസിഡൻറ്റ് ഡെപ്പോസിറ്റ് ആഡ് ടു ദ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. റോൾ ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് FDI, FPI, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്, യൂറോ ഇക്വിറ്റീസ്, അതേഴ്സ്. ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് കൂടുതലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് രാജ്യത്തിനകത്തേക്ക് വന്നിട്ടുണ്ട്. റീസൺ ഫോർ അഡ്വേഴ്സ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. റൈസിങ് ലെവൽ ഓഫ് ഇമ്പോർട്ട്. രാജ്യത്തിലെ ഇമ്പോർട്ടിൻ്റെ ലെവൽ വർദ്ധിച്ചത്. ഹൈ ഡിമാൻഡ് ഫോർ കൺസ്യൂമർ ഗുഡ്സ്. കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കൂടിയത്. ഇൻക്രീസ് ഇൻ ഡിഫൻഡ് എക്സ്പെൻഡിച്ചർ കൂടിയത് കൊണ്ട്. റൈസിങ് എക്സ്റ്റേണൽ ഡെപ്ത് കൂടിയത് കൊണ്ട്. ഇൻഫ്ലാഷണറി സാധനങ്ങളുടെ വില കൂടിയതൊരു വലിയൊരു കാരണമാണ്. റൈസിങ് പ്രൈസ് ഓഫ് പെട്രോളിയം പ്രൊഡക്റ്റ് ദിനേന വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് രാജ്യത്തിലെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കൂടാനുള്ള ഒരു പ്രധാന അഡ്വേഴ്സ് ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് വളരെ കൃത്യമായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.